ഈ ബോയുടെ മുഖച്ഛായ ഒന്ന് മാറ്റിയെടുത്താലോ നമുക്ക്? അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പൈപ്പ് ക്ലീനറാണ് കേട്ടോ. ഈ പൈപ്പ് ക്ലീനർ നമുക്ക് ഈ ബോയിൽ ഫുള്ളൊന്ന് ചുറ്റിയെടുക്കാം. എൻ്റെ പശയുടെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ് കേട്ടോ. പുതിയതൊന്ന് വാങ്ങണം. അതുവരെ നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഗ്ലൂ തേച്ചിട്ട് ഈ പൈപ്പ് ക്ലീനർ ഫുള്ള് ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സെയിം കളർ വെച്ചിട്ട് ഞാൻ 2 ഫ്ലവറും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ 2 ലീഫും ചെയ്തെടുത്തിട്ടുണ്ട്. ലീഫ് ചെയ്യാൻ പൈപ്പ് ക്ലീനർ എടുത്തപ്പോഴാണ് എനിക്ക് ലീഫ് ചെയ്യാൻ അറിയത്തില്ലെന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഓടിപ്പോയി യൂട്യൂബ് നോക്കി ലീഫ് ഉണ്ടാക്കുന്നതൊക്കെ പഠിച്ചിട്ടാണ് ബാക്കി വന്ന് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി എടുത്തുകൊണ്ട് വന്നപ്പോൾ വീണ്ടും പ്രശ്നം. ഇതെങ്ങനെ അറേഞ്ച് ചെയ്യും? എത്ര വെച്ചിട്ടും എങ്ങനെ വെച്ചിട്ടും ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഒട്ടിക്കും എടുത്തു മാറ്റും, ഒട്ടിക്കും എടുത്തു മാറ്റും, ഇങ്ങനെയായിരുന്നു കേട്ടോ. ആവശ്യത്തിന് ഗ്ലൂ പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു. അങ്ങനെ ഒടുക്കം ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച്. എന്നിട്ട് പിന്നെ എനിക്കിഷ്ടപ്പെടില്ല. അവസാനം പശ നോക്കിയിട്ട് പശയും വരുന്നില്ല. എന്നും വരട്ടുന്ന രീതിയിൽ ഞാൻ പിന്നെ അങ്ങ് ഒട്ടിച്ച് വെച്ച്. ഇനി ഒട്ടിക്കാൻ എൻ്റെ കയ്യിൽ പശയില്ല കേട്ടോ. എന്നിട്ട് ഫ്ലവറിൻ്റെ നടുക്കായിട്ട് 2 ബീഡ്സും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ പറ നമ്മുടെ ബോയ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ പഴയ ബോയൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കണേ.